to Vidya's vlog. എല്ലാ കൂട്ടുകാർക്കും വിദ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചുരിദാർ കട്ടിംഗ് ആണ്. ലൈനിങ്ങും പാൻറ്, ടോപ്പ്, ഷാള്. അപ്പോൾ നമ്മളിന്ന് ആദ്യം പാൻറ് വെട്ടുന്നത് കാട്ടിത്തരാം. പാൻറ് ഞാൻ സ്ട്രൈറ്റ് പാൻറ്റാണ് കട്ട് ചെയ്യുന്നത്. ഇന്നാണ് ഞാൻ സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് കറക്റ്റായിട്ട് ഒരളവ് ഒരു പാൻറ്റിൽ നിന്നും കറക്റ്റായിട്ട് അളവെടുത്ത് എങ്ങനെ ഒരു പാൻറ് വെട്ടാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ 4 പീസായിട്ടാണ് തുണി മടക്കിയിട്ടേക്കുന്നത്. വണ്ണത്തിനനുസരിച്ച് ഇങ്ങനെ പകുതി ഭാഗം ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് മടക്കിയിട്ടില്ല. വണ്ണത്തിനനുസരിച്ച് തുണി ഇങ്ങനെ പകുതിയായിട്ട് മടക്കിയിട്ടത് 4 പീസാണ്. ഇത് 2 പീസ്, ഇത് 2 പീസ്, ഇത് 2 പീസ്. അപ്പം എത്ര അറിയാത്തവർക്കും ഈ രീതിയിൽ ചുരിദാർ പാൻറ്റിൽ നിന്നും അളവെടുത്ത് ചുരിദാർ പാൻറ്റ് വെട്ടാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അളവ് പാൻറ്റ് എടുത്തിട്ട് നമ്മൾ എടുത്തിട്ട് ഈ നടുവശത്ത് മുകളിൽ ഇലാസ്റ്റിക് ആയതുകൊണ്ട് അവിടെ വണ്ണം എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് താഴ്ത്തിയിട്ട് നമ്മളിങ്ങോട്ട് ഈ ജോയിൻറ്റ് സെൻറ്ററിലേക്ക് നമ്മൾ അളവെടുക്കുമ്പോൾ 13 ഇഞ്ചാണ്. അപ്പം ഈ പാൻറ്റിൻ്റെ വണ്ണം 52 ഇഞ്ചാണ്. ഒരു 4/1 13. അപ്പോൾ ഉള്ളായിട്ടുള്ള വണ്ണം 52 ഇഞ്ചാണ്. അപ്പോൾ ഒരു വശത്തേക്ക് 13 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് 14 ഇഞ്ചാണ് വണ്ണം എടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 14 ഇഞ്ച് വണ്ണം അടയാളപ്പെടുത്തി. 14 ഇഞ്ച് വണ്ണം അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഇറക്കം വേണ്ടത് പാൻറ്റിൻ്റെ ഇറക്കം വേണ്ടത് ഇവിടുന്ന് ഇലാസ്റ്റിക്കിൻ്റെ അവിടുന്ന് താഴത്തേക്ക് നമ്മൾ ഇറക്കം വേണ്ടത് 38 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് വെക്കാനായിട്ട് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ആ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൽ നിന്ന് താഴേക്ക് നമ്മുടെ ചുരിദാറിൻ്റെ ഇറക്കം എത്രയാണോ ആ ഇറക്കം അടയാളപ്പെടുത്തണം. അപ്പോൾ ഞാൻ 3.5 അടയാളപ്പെടുത്തിയത് താഴേക്ക് 38 ഇഞ്ച് ഇറക്കമാണ് എനിക്ക് പാൻറ്റിന് വേണ്ടത്. അപ്പോൾ ഞാൻ 38.25 എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 4 ഇഞ്ച് തയ്ച്ച് പോകും. അപ്പോൾ 38.25 എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മടക്കി വെച്ചല്ല അടിവശം തയ്ക്കുന്നത്. ഞാൻ ഒരു പീസ് വെച്ചിട്ടാണ് അടിവശം തയ്ക്കുന്നത്. അപ്പോൾ പീസ് വയ്ക്കാനുള്ള തുണി നമ്മൾ വെട്ടിയെടുക്കണം. മടക്കി വയ്ക്കാനാണെങ്കിൽ ആ മടക്കി വയ്ക്കുന്ന അതിനും കൂടിയുള്ള എക്സ്ട്രാ തുണി നമ്മൾ ഇതിൽ നിന്ന് എടുക്കണം. ഞാനിവിടെ പാകത്തിന് ഉള്ള ഇറക്കാണ് എടുത്തത്. ഇനി ഞാൻ പീസ് വെച്ചിട്ടാണ് മടക്കി തയ്ക്കുന്നത്. അപ്പോൾ ഇറക്കവും കിട്ടി, വണ്ണവും കിട്ടി. ഇവിടെ ഇലാസ്റ്റിക് വെക്കാനുള്ള 3.5 ഇഞ്ചും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് വെക്കാനുള്ള 3.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയിട്ട് നേരെ വരച്ചു കൊടുക്കുക. എത്ര അറിയാത്തവർക്കും ചുരിദാർ പാൻറ്റിൽ നിന്ന് ഇതുപോലെ അളവെടുത്ത് തയ്ച്ചാൽ കറക്റ്റായിട്ട് കിട്ടും. വെട്ടിയാൽ കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. 3.5 ഇഞ്ച് ഇങ്ങനെ വരച്ച് ആ 3.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് നമുക്ക് എത്രയാണോ ഈ ക്രോച്ച് ഏരിയൻ്റെ ലെങ്ത്ത്, ഇത് എത്ര ഇഞ്ച് ഇലാസ്റ്റിക്കിൻ്റെ അവിടുന്ന് താഴത്തേക്ക് 13 ഇഞ്ചാണ് എനിക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഒരു 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 14 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇലാസ്റ്റിക് വരച്ചതിൻ്റെ ഇലാസ്റ്റിക് വയ്ക്കാൻ വരച്ചതിൻ്റെ അവിടുന്ന് വേണം എടുക്കാൻ. ഈ മുകളിൽ നിന്ന് എടുക്കരുത്, താഴേന്ന് നമ്മൾ
ഒരു 14 ഇഞ്ച് താഴേക്ക് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 14 ഇഞ്ച് ഉണ്ടോ നോക്കുക, 14 ഇഞ്ച്. എന്നിട്ട് ഇവിടുന്ന് താഴേക്ക് ഒരു വര വരച്ചു കൊടുക്കുക. എന്നാലും ഞാൻ സ്ട്രേറ്റ് ബാൻഡ് ഒന്നും ഇട്ടായിരുന്നു, അത് എത്ര കറക്റ്റായെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കട്ടിങ് വീഡിയോ ഇടുന്നത്. അപ്പം ഇത് കറക്റ്റായിട്ട് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ 14 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് താഴേക്ക് എടുത്തിട്ടുണ്ട്. കൂടുതൽ വണ്ണമുള്ളവർക്കാണെങ്കിൽ, കുറച്ച് വണ്ണമൊക്കെ ഇവിടെ അധികം ഇതിനേക്കാളും ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് 14, 15 ഒക്കെ ഇട്ട് കൊടുക്കാം. അവിടെ നമ്മൾ ഒരു 2 ഇഞ്ച്, ഇതൊക്കെ സെയിം എല്ലാ പേരിലും ഇങ്ങനെ തന്നെയാണ്, ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് നമുക്ക് 14 ഇഞ്ച് വണ്ണുണ്ട്, അത് ഇങ്ങനെ വരച്ചു കൊടുത്തു. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇവിടെ ഒരു അടയാളപ്പെടുത്തുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും 14 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി വരച്ചു. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് 7 ഇഞ്ച് അതിൻ്റെ നടുക്ക് നമ്മൾ ഒരടയാളം കൊടുത്തു. ഇവിടെ നമ്മൾ ഒരടയാളം കൊടുത്തു. പിന്നെ അടിഭാഗത്തെ വണ്ണം 7 ഇഞ്ചാണ്, 8 ഇഞ്ച് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇങ്ങോട്ടും 4 ഇഞ്ച്. ഈ സെൻറ്റർ ഭാഗത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ട് 4 ഇഞ്ചും ഇവിടെ ഈ സെൻറ്റർ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് 4 ഇഞ്ചും ആണ് എടുക്കുന്നത്. ഇവിടെ 4 ഇഞ്ച് അടയാളപ്പെടുത്തി. അങ്ങനെ നമുക്ക് 8 ഇഞ്ച് വണ്ണാണ് താഴെ വശത്തുള്ളത്. എന്നിട്ട് ഈ അടയാളപ്പെടുത്തിയതിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. സ്കെയിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ വരയ്ക്കാം. അപ്പോൾ സ്കെയിലൊന്നും എടുത്തില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര വരച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഈ അടയാളപ്പെടുത്തിയതിൽ നിന്ന് നമ്മൾ ഈ ക്രോച്ച് ഏരിയൻ്റെ ഭാഗത്തേക്ക് ഇവിടേക്ക് ഈ അറ്റത്തേക്ക് ഒരു വര വരച്ചു കൊടുക്കുക. ഒരു ലൈൻ ഇവിടെയും വരച്ചിടും. നമ്മൾ ഇവിടെയും ലൈൻ വരച്ച് ഇവിടെയും ലൈൻ വരച്ചു. ഈ ഷേപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ ചെറിയ ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒരു ഷേപ്പായിട്ട് വരയ്ക്കാം. ഇവിടെ അതെ ഷേപ്പ് സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ പേനിൻ്റെ അടയാളം അളവെല്ലാം എടുത്ത് നമ്മൾ വരച്ച് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ പേനിൻ്റെ വേണ്ടിയ അളവെടുത്ത് നമുക്ക് 13 ഇഞ്ച് വണ്ണം ആണ് പെയിൻറ്റിൻ്റെ വണ്ണം. അപ്പോൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ട് നമ്മൾ 14 ഇഞ്ച് വണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു വരയും വരച്ചിട്ടുണ്ട് 3.5 ഇഞ്ചിൻ്റെ താഴേക്ക്. ആ ഇലാസ്റ്റിക് വെക്കുന്നതിന് താഴെ വരച്ചതിൽ നിന്നിട്ട് നമ്മൾ ഇറക്കെടുത്തിട്ടുണ്ട്. ഇവിടെ 38 ഇഞ്ച് ഇറക്കെടുത്തിട്ടുണ്ട്. 38.4 എടുത്തിട്ടുണ്ട്. തയ്യൽത്തുമ്പ് പോണോണ്ട് ഇവിടെ അടി മടക്കി വയ്ക്കാനൊരു പീസ് വെച്ചിട്ടാണ് അടി മടക്കി അടിക്കുന്നത്. പിന്നെ ഇലാസ്റ്റിക് വെച്ചതിൻ്റെ ഈ താഴേന്ന് നമ്മൾ 14 ഇഞ്ച് ഇറക്കാണ് ഈ താഴെ ക്രോച്ചേരിൻ്റെ ഭാഗത്തേക്ക് എടുത്തിട്ടുള്ളത്. അവിടുന്ന് ഒരു 2 ഇഞ്ച് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ എടുത്ത് വരച്ചു കൊടുത്ത് ഒരു അടയാളം വരും. കൈക്കൂലിയൊക്കെ വരയ്ക്കുമ്പോൾ കുഴിച്ച് വെട്ടണ്ട, ഇങ്ങനെ വലിയ ഒന്നിങ്ങനെ വരച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഇതിൻ്റെ 14 ഇഞ്ചിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഇവിടെ ഒരു അടയാളപ്പെടുത്തണം. അവിടുന്ന് വേണം നമ്മൾ ഈ അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് ഇങ്ങോട്ട് 4 ഇഞ്ചും അവിടുന്ന് ഇങ്ങോട്ട് 4 ഇഞ്ചാണ് കാലിൻ്റെ വണ്ണം വരുന്നത്. കാലിൻ്റെ വണ്ണം 8 ഇഞ്ച്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. അപ്പോൾ ഞാനിത്
കട്ട് ചെയ്തെടുക്കാം. 32 ഇഞ്ച് വണ്ണമുള്ള ഒരു പെയിൻറ്റിൻ്റെ അളവാണിത്. 38 ഇഞ്ച് ഇറക്കവും 52 ഇഞ്ച് വണ്ണമുള്ള പെയിൻറ്റിൻ്റെ അളവാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നത് നോക്കാം. കാൽവശം നമ്മൾ ഈ വരച്ച മാറ്റി കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഷേപ്പിൽ വെട്ടി കൊടുക്കണം. ഷേപ്പാക്കി വെട്ടി ഇനി കാലിൻ്റെ ഇവിടെ മാർക്ക് ചെയ്ത് ഇതും കൂടി വെട്ടിയെടുക്കാം. ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ വരെ വെട്ടിയാൽ മതി. അപ്പോൾ നമ്മളൊരു സ്ട്രെയിറ്റ് ബാൻഡ് എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്കിവിടെ വിടർത്തി കൊടുക്കാം. മേലേക്ക് ഇങ്ങനെ വെട്ടി കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ 4 പീസാണ് കിട്ടുക. ഇത് 2 എണ്ണം, ഇത് 2 എണ്ണം മോൾ വശം വെട്ടി കൊടുക്കണം. ഇത് 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് 2 പീസായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഇതിൻ്റെ കീശ വെട്ടുന്നത് ഇതാണ്, ഞാൻ മറ്റേ വീഡിയോയിൽ ഇട്ടായിരുന്നു. അപ്പം ഇതിന് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.